അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ടും ഇന്ത്യയെ അങ്ങനെ ഇന്ത്യയുമായി വിരോധം ഉണ്ടാക്കാനും പറ്റില്ല. എന്താ വെച്ചാൽ വേറൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഇന്ത്യ ചൈനയുമായി അടുത്താലോ? ഇന്ത്യ ചൈനയുമായിട്ട് അടുത്താലോ എന്നല്ല, ഇതിന്റെ ഇടയ്ക്ക് വേറൊരു റൂമർ വന്നു. റഷ്യ ഇന്ത്യയും ചൈനയും തമ്മിൽ മീഡിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്നും, ചൈന ഇന്ത്യ റഷ്യ എന്ന് പറഞ്ഞിട്ടൊരു അച്ചുതണ്ട് ഉണ്ടായി വരുന്നുവെന്നും. ഒരു കാര്യം വായത്ത് ശ്രദ്ധിച്ചായിരുന്നോ? നമ്മളോട്, ഭാരതത്തോട് അമേരിക്കയും യൂറോപ്പും ഒക്കെ വളരെ വളരെ പുറകെ നടന്നു പറഞ്ഞു റഷ്യയെ തള്ളി പറയണം, നിങ്ങൾ അമേരിക്കയുടെയും ഉക്രൈൻ്റെയും കൂടെ നിൽക്കണം ഇൻ റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ്. നമ്മൾ ചെയ്തില്ല. നമ്മൾ പറഞ്ഞു ഞങ്ങൾ ന്യൂട്രലാണ്, ഞങ്ങൾ ഇതിൻ്റെ അകത്തില്ല. ഇന്നത്തെ കാലത്ത് യുദ്ധം ഒന്നിനും പരിഹാരമല്ല, അതുകൊണ്ട് യുദ്ധമില്ലാതെ നിങ്ങൾ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മൾ റഷ്യ എടുത്ത് പുട്ടിനെ കാണാൻ പോയി. പുട്ടിൻ വീട്ടിൽ കൊണ്ടുപോയി അപ്പം മുട്ടക്കറിയും കൊടുത്തോ? കടലക്കറിയും കൊടുത്ത്. മുട്ടക്കറി നരേന്ദ്രമോദി വെയിറ്റ് ചെയ്യണ്ട, മുട്ടക്കറി കൊടുക്കൂല, കടലക്കറി, എന്താ പോലെ പട്ടാണി കടല സ്റ്റൂ അതുമൊക്കെ കൊടുത്തു. അതനുസരിച്ച് അതിന് കണക്കൊപ്പിക്കാനായിട്ട് ഉക്രൈനിൽ പോയിട്ട് സെലൻസ്കിയും കെട്ടിപ്പിടിച്ചു. അവിടെ നിന്നും ബ്രെഡും മറ്റേ കടലക്കറിയും കിട്ടി കാണും. എന്താണെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം പോകുന്നു. അതനുസരിച്ച് തൂക്കം ഒപ്പിച്ച് നമ്മൾ മാറി നിന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്ക് മറ്റേ പുടിൻ മോദിക്ക് കൊടുത്ത ആ സ്വീകരണത്തിൽ ചൈനയ്ക്കും ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. യൂറോപ്പിനും അമേരിക്കയ്ക്കും കംപ്ലീറ്റ് ആയിട്ട് എതിർപ്പുണ്ടായിരുന്നു, പക്ഷെ ചൈനയ്ക്കും എതിർപ്പുണ്ടായിരുന്നു. ആ ഒരു എതിർപ്പും പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ നമ്മൾ റഷ്യയുടെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് റഷ്യ നമ്മുടെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു. ആ സ്ട്രോങ് ആയിട്ട് നിന്ന സമയത്ത് ചൈന അവരുടെ എതിർപ്പ് റഷ്യയെ വളരെ കൃത്യമായിട്ട് അറിയിച്ചു. നമ്മുടെ കൂടെ നിൽക്കരുത്, ഇത്ര നാൾ നിങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂവിൽ നിങ്ങൾ പലപ്പോഴും ന്യൂട്രൽ ആയിട്ടല്ലേ കഴിഞ്ഞ കുറേ നാൾ, അതായത് 71 യുദ്ധത്തിന് ശേഷം റഷ്യ നേരിട്ട് ഇടപെട്ടിട്ടില്ല. ഈവൻ കാർഗിലിന്റെ സമയത്ത് പോലും റഷ്യ നേരിട്ട് ഇടപെട്ടിട്ടില്ല. ന്യൂട്രൽ ആയിട്ടല്ലായിരുന്നോ, അതുകൊണ്ട് ന്യൂട്രൽ ആയിട്ട് നിൽക്കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. റഷ്യ പറഞ്ഞു പറ്റില്ല, ഭാരതത്തിന്റെ കാര്യത്തെപ്പോഴത്തേക്ക് പറ്റില്ല. ഈ ഒരു പോയിന്റും അമേരിക്കയെ നന്നായിട്ട് വിരൽ പിടിപ്പിക്കും. തീർന്നില്ല. റഷ്യയും ഇന്ത്യയും ചൈനയുമായിട്ട് ഒരു അച്ചുതണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ പോലും അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പഴയ ഭാരതമല്ല ഭാരതം. പഴയ പോലെ ഒരു ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങ് തീർന്നു പോകുമെന്ന് പേടിക്കുന്ന കാലവും കഴിഞ്ഞു. അത് വാജ്പേയിയുടെ കാലത്ത് തന്നെ കഴിഞ്ഞു. അതൊക്കെ പണ്ടേ കഴിഞ്ഞു. ഇന്ന് ഭാരതത്തിന്റെ ഒരു ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അമേരിക്കയ്ക്കാണ് പ്രശ്നം. അമേരിക്കയുടെ സപ്ലൈ ചെയിൻ മുറിഞ്ഞു പോകും. അമേരിക്കയിലെ പല കമ്പനികളുടെയും സപ്ലൈ ചെയിൻ മുറിഞ്ഞു പോകും. മറ്റ് നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കമ്പനികളുടെ മാർക്കറ്റ് മുടിഞ്ഞു പോകും. അവരുടെ മാർക്കറ്റ് ഇന്ത്യയാണ്. ആ മാർക്കറ്റിലേക്ക് ഒരു പെട്ടെന്ന് ഒരു തോന്നിയാൽ ബാക്കി കമ്പനികൾക്ക് അവിടെയുള്ള വിറ്റുവരവും ബാക്കിയുള്ള പ്രൊഡക്ഷന്റെയും ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും വരും. സാമ്പത്തികമായിട്ട് അമേരിക്ക താഴെ പോകും. ഇന്ന് ഇന്ത്യയോട് ഇത് ചെയ്ത് ഒരു ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ. വേറൊരു കാര്യം കൂടെ ആലോചിക്കണം. അമേരിക്ക ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു ലൈനിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഡെറ്റ് ടു GDP റേഷ്യോ 140ഓളം എത്തി എന്ന് പലരും പ്രവചിച്ചിട്ടുണ്ട്. അപ്പൊ 130 മേളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് റെഡ് ഏരിയയാണ്. ആ ബോർഡർ ലൈനിലാണ് നടക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അമേരിക്കയ്ക്ക് അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ചൈന കുറെ നാളായിട്ട് നമ്മളോട് കോവിഡിന് ശേഷം നമ്മൾ ചൈനയിലോട്ടുള്ള ഫ്ലൈറ്റുകൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒട്ടുമില്ല. അത് തുറന്നു കിട്ടാനായിട്ട് ചൈന കുറെ നാള് നോക്കിയതാണ്, നടന്നില്ല. ഇതുവരെ നടന്നിട്ടില്ല. ചൈന ഇന്ത്യയുമായിട്ട് കോവിഡിന് മുമ്പ് എങ്ങനെ ട്രേഡ് ചെയ്തിരുന്നോ ആ ലെവലിലേക്കെങ്കിലും തിരിച്ചു പോകാൻ ചൈന കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നത്, നടക്കുന്നില്ല. അത് ചൈനയെ ചില്ലറയായിട്ടൊന്നും അല്ല വിഷമിപ്പിക്കുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് ഇന്ത്യ. അങ്ങോട്ട് ചൈനയ്ക്ക് പ്രവേശനം വളരെ കുറവാണ്. ചൈനയ്ക്ക് പഴയ പോലെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ആ കൂട്ടത്തിൽ അമേരിക്കയും ബാക്കിയുള്ള ഒരു കൂടെ ഒരു അപ്രഖ്യാപിത ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ചൈനയുടെ ഡെറ്റ് ടു GDP റേഷ്യോ 300ആണ്. 130 നിൽക്കേണ്ടത് 300ലാണ് പോയി നിൽക്കുന്നത്. ചൈനയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് തന്നെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു, ബാങ്കുകൾ പൊട്ടുന്നു എന്നുള്ള രീതിക്ക് ബാങ്കുകൾ പൊട്ടാൻ തുടങ്ങി. അത് ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഇതാണ്. ചൈന പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് ചൈന പോയിക്കൊണ്ടിരിക്കുന്നത്.